لك الملك في السماوات والأرض ومن فيهن ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد اللهم لك الحمد حتى ترضى نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم عباد الله وإياي نفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور صدق الله مولانا العظيم وصدق وبلغ رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ ഔദാര്യം കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സാ വാചാ കർമ്മണ അല്ലാഹുവിന്റെ പരിധികൾ പാലിക്കുക എന്നതാണ് തഖ്വ. അല്ലാഹുവിന്റെ പരിധികൾ അതിലംഘിക്കാതിരിക്കുക എന്നതാണ് തഖ്വ. ജീവിതം മുഴുവൻ അല്ലാഹുവിനുള്ള സമർപ്പണമാക്കി റബ്ബിന്റെ റിളയും പൊരുത്തവും വജ്ഹും ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതിൽ പോന്ന നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തും എന്നതാണ് റബ്ബിന്റെ വാഗ്ദാനം. അല്ലാഹു തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മുത്തഖീങ്ങൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട് വലിയൊരു ആകാശ ദുരന്തത്തിന് കൂടി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ലോകത്തെ തന്നെ ഭയാനകമായ വിമാനാപകടങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായത്. അതിലെ 242 യാത്രക്കാരിൽ 241 പേരും മരണപ്പെട്ടു. വിമാനം ചെന്നിടിച്ച് ഇറങ്ങിയ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് ഇനിയും പൂർണ്ണമായി തിട്ടപ്പെടുത്തിയിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 300-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലച്ചിരിക്കാതെ സംഭവിച്ച ദുരന്തം എത്രയേറെ പ്രതീക്ഷകളും മോഹങ്ങളുമായി നമ്മളിങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊക്കെ സംഭവിക്കും. കുടുംബങ്ങളെ അനാഥമായി തീരാ നോവുകൾ കുടുംബങ്ങൾക്ക് സമ്മാനിക്കുന്ന മഹാദുരന്തങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ സമൂഹങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കരുണ ചൊരിയുമാറാണ്. അവരുടെ കുടുംബങ്ങൾ, അവർ മൂലം അനാഥമാക്കപ്പെട്ട മക്കൾ, അവർ മൂലം അശരണരാക്കപ്പെട്ട കുടുംബാദികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സമാധാനവും ശാന്തിയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ലാ തഹ്രിംനാ അജ്റഹും വലാ തഫ്തിന്നാ ബഅദഹും വഗ്ഫിർ ലനാ വലഹും. തൊട്ടുമുമ്പാണ് നമ്മുടെ തീരത്ത് 2 കപ്പലുകൾ, വലിയ കണ്ടെയ്നറുകളുമായി പോകുന്ന 2 കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും അതിലൊന്ന് തീപിടിച്ചിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയും മറ്റൊരു കപ്പലിലെ കണ്ടെയ്നറുകൾ ഒഴുകി ഒഴുകി പലയിടത്തും ചെന്ന് അതൊക്കെ തീരത്തടിഞ്ഞുകൂടി വല്ലാത്തൊരു സാഹചര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് അപകടങ്ങളുടെ മുമ്പിൽ, വലിയ ദുരന്തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അതിനെ അനുശോചിച്ച് നമ്മളുടെ വാർത്താമാധ്യമങ്ങൾ സ്തോഭജനകമായ വാർത്തകൾ കൊടുത്ത് 2-3 ദിവസം നമ്മൾ അതിന്റെ ഞെട്ടലിലിരുന്ന് 3-ാം നാൾ ഞെട്ടലിൽ നിന്ന് മുക്തരായി വീണ്ടും പഴയപടിയായി ഓട്ടം തുടരും. ഇതാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ട് ആ ദുരന്തങ്ങളൊക്കെ ക്ഷണികമായ വാർത്തകളായി മാറുകയും ആ വാർത്തകൾ വായിച്ചുകൊണ്ട് ക്ഷണികമായ ഞെട്ടലുകളും സങ്കടങ്ങളും വരികയും പെട്ടെന്ന് തന്നെ അതൊക്കെ മറന്ന് ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇത്തരം ദുരന്തങ്ങളുടെ മുമ്പിൽ ഒരു നിമിഷം നമ്മളൊന്ന് നിൽക്കണം. ചിലതൊക്കെ ആലോചിക്കുകയും ചിലതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒന്നാമതായി ആലോചിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തെ കുറിച്ചാണ്. മോഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ, ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് വരുന്നത്. ഇന്നലേക്കാൾ നല്ല ഒരു ഇന്നും, ഇന്നിനേക്കാൾ നല്ല ഒരു നാളെയും സ്വപ്നം കണ്ടിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഈ പ്രതീക്ഷകളും മോഹങ്ങളുമായിട്ട് തന്നെയാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷകളും മോഹങ്ങളും നമ്മളെ ഒരു വേള പലതും മറപ്പിക്കുന്നുണ്ട്. മോഹങ്ങളെ പൂർത്തീകരിക്കാൻ, സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കാൻ, പ്രതീക്ഷകൾ സഫലമാക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടമോടുന്നതിനിടക്ക് നമ്മളൊന്ന് നിന്ന് നമ്മളെ കുറിച്ച് ചിലത് ആലോചിക്കണം. എല്ലാം ഒരു പാഠപുസ്തകമാണ്. ഈ പ്രകൃതിയിലെ സംഭവ വികാസങ്ങളും എല്ലാം ഒരിക്കലും നശിക്കാത്ത അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷരം സംഭവിക്കാത്തതാണ്, നശിച്ചു പോവാത്ത അക്ഷരങ്ങളാണ്.
അതെല്ലാം നിരന്തരം മനുഷ്യനെ ചിലത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുമ്പോ ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടത് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിക്കണം. എന്താണ് നമ്മൾ എന്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നമ്മള് നിന്നിട്ട് ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് എത്തണം. മനുഷ്യന്റെ സയൻസ്, മനുഷ്യന്റെ ശാസ്ത്രം, മനുഷ്യന്റെ ടെക്നോളജി, ഇത് രണ്ടും നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. പ്രപഞ്ചമാകുന്ന പാഠപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ അത് വികസിപ്പിച്ചെടുത്തത്. നമ്മൾ അതിന്റെ അടയാളങ്ങളും സൂചനകളും വികസിപ്പിച്ചെടുത്ത് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സിദ്ധിയും കഴിവും വെച്ച് അവന്റെ ടെക്നോളജിയിൽ നിന്ന്, അറിവിൽ നിന്ന് പലതും ഉണ്ടാക്കി. ശാസ്ത്രവും ടെക്നോളജിയും മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ട് മനുഷ്യനത് പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് കാര്യങ്ങളെ ബോധ്യപ്പെടുന്നതിന് പകരം മനുഷ്യൻ ഇതിന്റെ ഉടമസ്ഥനാകാൻ നടക്കുന്നുണ്ട്. അപ്പൊ ദുനിയാവിലെ സുഖസൗകര്യങ്ങള് നമ്മളെ എങ്ങനെ സ്ഥിരമായി നിലനിർത്തി തരും, നമ്മളെ എങ്ങനെ സ്ഥിരമായി ഇവിടെ അതിജയിപ്പിച്ച് നിർത്തും എന്നൊക്കെ നമുക്ക് ചില ധാരണകളുണ്ട്. ആ ധാരണകളെയൊക്കെ ഇടക്കിടക്ക് പടച്ചതമ്പുരാൻ ഇങ്ങനെ തിരുത്തി തരും. എന്താ തിരുത്തി തരുന്നത്? പറയുന്നത് നിസ്സാരനാണ് നീ. ഈ ആകാശഭൂമികള്, ഇതിലുള്ള സകല സംവിധാനങ്ങള് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ നിയന്ത്രണത്തിലല്ല. ഇതിന്റെ മുഴുവനും നിയന്ത്രണം അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനുള്ള കഴിവ് നിനക്കില്ല. അലംഘനീയമായ വിധിയുടെ, അള്ളാഹുവിന്റെ തഖ്ദീറിന്റെ കീഴെ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നതിനപ്പുറം മനുഷ്യനിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടേതാണ് വാഹനം. ഇന്ന് കണ്ടെത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ഏറ്റവും വേഗതയേറിയതാണ് വിമാനമെന്നത്. വിമാനത്തിന് തന്നെ പലതരമുണ്ടല്ലോ. മണിക്കൂറിൽ 3600 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനങ്ങളുണ്ട്. എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് ഗോളാന്തര യാത്ര നടത്തുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ നിന്ന് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. യാത്ര എന്നത് ദൂരവും വേഗത്തെയും ഒതുക്കിയിട്ട് നമ്മളെ വാഹനങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുണ്ട്. കപ്പലുകളെ കുറിച്ച് കപ്പലിന്റെ അനുഗ്രഹത്തെ കുറിച്ച്, കപ്പലുകളുടെ മുന്നറിയിപ്പിനെ കുറിച്ച് ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഫുൽക്കിനെ കുറിച്ച്, കപ്പലിനെ കുറിച്ച് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ വാഹനങ്ങൾ നമ്മൾ ധാരാളം ഉണ്ടാക്കി. വാഹനങ്ങൾക്ക് അനുനിമിഷം വേഗതയുണ്ടാക്കി. ആ വേഗതയും എളുപ്പവും സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങൾ പോലത്തെ വാഹനങ്ങളുണ്ട്. ഒരു കപ്പൽ എന്ന് പറഞ്ഞാല് ഒരു ഗ്രാമം അങ്ങനെ തന്നെ, ഒരു ടൗൺ അങ്ങനെ തന്നെ ഒഴുകിപ്പോകുന്നത് പോലെ തോന്നും. ഒരു ടൗണിലുള്ള സൗകര്യങ്ങൾ മുഴുവൻ വിമാനത്തിൽ കയറിയിട്ടുള്ള ആളുകൾക്കറിയാം. ക്ഷണനേരം കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന വേഗതയും കരുത്തും ടെക്നോളജിയും ഒക്കെ മനുഷ്യൻ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ബുദ്ധിയും കഴിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് കയ്യിൽ കിട്ടുമ്പോ നമുക്കറിയാമല്ലോ, നമ്മുടെ നാടുകളിൽ കാൽനടയിൽ നിന്ന്, മഞ്ചക്കൽ നിന്ന്, പല്ലക്കൽ നിന്ന്, മഞ്ചലിൽ നിന്ന്, റിക്ഷകളിൽ നിന്ന്, സൈക്കിളിൽ നിന്ന്, വാഹനങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീട്ടില് 1-2 വാഹനങ്ങളുണ്ട്. ആധുനിക ഗതാഗത സൗകര്യങ്ങളെ മുഴുവനും നമ്മൾ ആർജിച്ചിട്ടുണ്ട്. അതുപോലെ ജീവിത സൗകര്യങ്ങളെ മുഴുവനും നമ്മൾ ആർജിച്ചു വെക്കുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം നെട്ടോട്ടമോടുകയും ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ, ഇങ്ങനെ വാഹനം സ്വന്തമാക്കി വെക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല വാഹനത്തെ കുറിച്ച് നമ്മളുടെ ഉള്ളിൽ ഒരു ബോധം കൂടി ഉണ്ടാകണമെന്ന് റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താ ബോധം? വാഹനത്തിലേക്ക് കയറുമ്പോ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് ഇതെന്നെ അതിജയിക്കുന്ന, ഇതെന്റെ ടെക്നോളജിയുടെ എന്നെ ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പായിട്ടും എത്തിക്കുന്ന ഒരു സാധനമാണോ? വാഹനത്തിലേക്ക് കയറുമ്പോ തന്നെ ഇതിന്റെ അനിശ്ചിതാവസ്ഥയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കയറണമെന്നാണ് റബ്ബ് പഠിപ്പിച്ചത്. എന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതെന്തൊരു പ്രാർത്ഥനയാണ്! വാഹനത്തിലേക്ക് കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ, ഇതെന്റെ ടെക്നോളജിയുടെ, എന്റെ സയൻസിന്റെ, എന്റെ കഴിവിന്റെ, എന്റെ യോഗ്യതയുടെ, എന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള വാഹനത്തിന് ഒരു ഓണർഷിപ്പ് ഉണ്ട്. പക്ഷെ നമ്മളാണ് ഓണർഷിപ്പ്.
നമ്മളാണ് ഓണർ, നമുക്കാണ് ഓണർഷിപ്പ്. നമ്മുടെ കാറാണ്, RC ഓണർ നമ്മളാണ്. പക്ഷെ അത് നമുക്കാണ് ഓണർഷിപ്പ്. അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ റബ്ബ് പഠിപ്പിച്ചത് വിനയാന്വിതരാവണം, കുനിയണം. നിന്റെ ശിരസ്, നിന്റെ നിസ്സഹായത നിനക്ക് ബോധ്യപ്പെടണം, നിന്റെ ക്ഷണികത നിനക്ക് ബോധ്യപ്പെടണം. സുബ്ഹാൻ, എന്തൊരു പറച്ചിലാ റബ്ബ് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എന്താ പരിശുദ്ധി? ആ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സഖറ ലനാ ഹാദാ, സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. എന്നെ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവേ, നീയാണ്. റബ്ബേ, നീയാണ് ഇതിനെ നിയന്ത്രിക്കുന്നവൻ. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ നിന്നിലേക്ക് വരുന്ന ആളുകള്. ഇതെന്തൊരു വർത്താനം? ഇതെന്തൊരു വല്യത്തിനാണ് പടച്ചതമ്പുരാൻ പഠിപ്പിച്ചത്? ഇത് വാഹനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല. നമ്മളൊരു വസ്ത്രം ധരിക്കാൻ പുതുവസ്ത്രം എടുത്ത് ധരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? അപ്പോഴും അൽഹംദുലില്ലാഹ്, എനിക്ക് ഈ വസ്ത്രം, ഈ പുതുവസ്ത്രം തന്ന നിനക്ക് എന്നെ കൊണ്ട് കഴിവില്ല, നീയാണ് നിന്നത്. ചെരുപ്പിന്റെ വാറ് ധരിക്കുമ്പോ, ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലാഹുവോട് സഹായം ചോദിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ടെക്നോളജി നമ്മളെ എത്തിക്കേണ്ടത്, സയൻസ് നമ്മളെ എത്തിക്കേണ്ടത് ഉടമസ്ഥന്മാരാവാനല്ല, അത് നമ്മളെ വിധേയന്മാരാവാനാണ്, വിനയാന്വിതരാവാനാണ്. എന്റെ നിയന്ത്രണത്തിലല്ല, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അടുത്ത ക്ഷണം എന്ത് സംഭവിക്കുമെന്ന് പോലും പറയാൻ മനുഷ്യനെ കൊണ്ട് കഴിവില്ല. അതും അല്ലാഹു പഠിപ്പിച്ചു. നാളെ തരാം കേട്ടോ എന്ന് പോലും പറയരുതെന്നാണ്. നാളെ ആവട്ടെ എന്ന് നിരന്തരം നമ്മൾ പറയുന്നല്ലേ, നാളെ കാണാമെന്ന്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. നാളെ ഞാനത് ചെയ്യാമെന്നൊരു കാര്യത്തെ കുറിച്ച് നീ പറയരുത്. പിന്നെയോ ഇല്ലാ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. അതാണ് ഇൻഷാ അല്ലാഹ്. എന്താ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്? അടുത്ത നിമിഷം എന്താകും? അടുത്ത നിമിഷത്തിന്റെ, അടുത്ത സെക്കൻഡിന്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല. അടുത്ത നിമിഷത്തിന്റെ ശ്വാസത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല. അല്ലാഹു കനിഞ്ഞാലല്ലാതെ റബ്ബിന്റെ തഖ്ദീറും റബ്ബിന്റെ നിയന്ത്രണവും അനുസരിച്ചേ കാര്യം നടക്കൂ. ഈ ലോകത്തൊരു കാര്യവും നടക്കുന്നത്, അടുത്ത സംഭവിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം, മരണപ്പെട്ടു പോയ നിസ്സഹായരായ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അതൊക്കെ മുന്നിൽ വെച്ച് ജീവിച്ചിരിക്കുന്ന നമുക്ക് ചില പാഠം പഠിക്കാനുണ്ട്. അല്ലാഹു തീരുമാനിക്കണം. 242 പേരിൽ 241 പേര് മരണപ്പെട്ടു. എങ്ങനെയാണ് അവിശ്വസനീയമായ രീതിയിൽ ഒരാളതിൽ നിന്ന് രക്ഷപ്പെട്ടത്? കാര്യമായ പരിക്കുകളില്ലാതെ. അടുത്ത് കിടക്കുന്ന ആളുകൾ മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയുന്നില്ല, കത്തിക്കരിഞ്ഞുപോയി. ഇനി DNA നടത്തിയിട്ട് വേണം മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ. അപ്പൊ അക്കൂട്ടത്തിലും ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ രക്ഷപ്പെടുന്നത്? അത്ഭുതകരമായ, അവിശ്വസനീയമായ കാര്യം. എന്താ കാര്യം? അല്ലാഹു തീരുമാനിച്ചാൽ, ഒരാളെ മരിപ്പിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, ഈ ആകാശഭൂമികളിൽ നമ്മൾ എന്ത് സംവിധാനം ഒരുക്കി വെച്ചാലും രക്ഷിക്കാൻ സാധിക്കില്ല. ഒരാളെ മരിപ്പിക്കണ്ട എന്നാണ് റബ്ബ് തീരുമാനിച്ചെങ്കിൽ, റബ്ബ് കൊടുത്തിരിക്കുന്ന അജലെത്തുന്നത് വരെ, അജലെത്തുന്നത് വരെ, ആയുഷെത്തുന്നത് വരെ, അവധി എത്തുന്നത് വരെ, റബ്ബ് നിശ്ചയിച്ച അവധി എത്തുന്നത് വരെ ഭൂമിയിൽ അവശേഷിപ്പിക്കുക തന്നെ ചെയ്യും. അതെല്ലാത്തിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷിച്ചെടുക്കും. തീക്കടൽ നീന്തിക്കടന്ന് ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കണ്ടില്ലേ? ഇതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുമ്പോ നമ്മൾ ആദ്യം വിനയാന്വിതരായി സുജൂദിൽ വീഴേണ്ടത് ആരുടെ മുമ്പിലാണ്? അല്ലാഹുവിന്റെ മുമ്പിലാണ്. ഒന്ന് നെഞ്ചുപൊട്ടി കരയണ്ടേ, റബ്ബേ, ഈ ലോകവും ഇതിന്റെ താളക്രമവും ഇതിന്റെ നിയന്ത്രണവും ഇതിന് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വസ്തുവകകളുടെ പോലും സംരക്ഷണവും ഉടമസ്ഥാവകാശവും നാളെ ഇതെന്താകുമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ഞങ്ങൾക്കാർക്കുമില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്റെ മുമ്പിൽ സാഷ്ടാംഗം, നിന്നോട് സഹായാർത്ഥന, നിന്നോട് ശരണാർത്ഥന. നീ അല്ലാതെ സഹായിയും ശരണവും തരാനും ഒരാളുമില്ല റബ്ബേ എന്ന അങ്ങേറ്റം വിനയാന്വിതരായി റബ്ബിന്റെ മുമ്പിലേക്ക് പോകണ്ടേ? അതാണ് പഠിപ്പിക്കേണ്ടത്.
പുറംകടലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് പുറംകടലിലേക്ക് ഒരു കപ്പൽ കെട്ടിവലിച്ച് മാറ്റിവിടാൻ വേണ്ടി പാടുപെടുകയാണ്. അതിലിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചത് കണ്ടെയ്നറുകളിലെ മാരകമായ രാസകീടനാശികൾ തീ പിടിച്ചാലൊന്ന് കെടുത്താൻ എന്താണ് വഴി? അത് കടൽ വെള്ളത്തിലേക്ക് കലർന്നാൽ അതുണ്ടാക്കി വെക്കുന്ന വിഷാംശങ്ങളുടെ മുമ്പിൽ നിസ്സഹായരായിട്ട് മനുഷ്യൻ നിന്ന് വിലപിച്ചു പോകും. നിയന്ത്രണമൊന്നും നമ്മളുടെ കയ്യിലല്ല കേട്ടോ. നമ്മൾ വെറുതെ ഭാവിക്കാൻ മഹാഭാവമാണ്. ക്ഷണികമായ കാര്യങ്ങളുടെ കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനെന്ന് നോവലിന്റെ പേരാണ് അരുന്ധതി റോയിയുടെ. പക്ഷെ കൊച്ചു കാര്യങ്ങളുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാക്കന്മാരായിട്ട് നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ, ഞെളിയാനൊന്നും ഒരു യോഗ്യതയുമില്ല, ഒരവകാശവുമില്ല. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തു നിന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു അല്ലേ? അതിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് നോക്കണം. ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ എടുത്തു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് ഇങ്ങനെ മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്. ദൃഷ്ടാന്തങ്ങളായി, അടയാളങ്ങളായി, പാഠം പഠിപ്പിക്കലുകളായി, ഓർമ്മപ്പെടുത്തലുകളായി, വിധിയായി, തഖദീറായി, ഖളാആയിട്ട് ഈ പ്രപഞ്ചത്തിൽ വലുതും സംഭവിക്കും. ദുരന്തങ്ങളെല്ലാം അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല കേട്ടോ. ചിലതൊക്കെ ഖളായാണ്, ചിലതൊക്കെ വിധിയാണ്, ചിലതൊക്കെ ശിക്ഷയുമാണ്. എന്തെങ്കിലും ദുരന്തം വരുമ്പോഴേക്കും പടച്ചതമ്പുരാൻ ശിക്ഷിച്ചത് കണ്ടില്ലേ? നിസ്സഹായരായ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അതിൽ എന്ത് ശിക്ഷയാ റബ്ബ് കൊടുത്തത്? അപ്പൊ ശിക്ഷയല്ലത്, ചിലതൊന്നും ശിക്ഷയല്ല, അത് അല്ലാഹുവിന്റെ ഖളാഅ്. റബ്ബ് സുബ്ഹാനഹു വ തആല മാരകമായ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഭൂമി ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ഭൂമിയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഭൂമിയെ നാം വശപ്പെടുത്തി തന്നിട്ടുണ്ട്, ചൊവ്വാക്കി തന്നിട്ടുണ്ട്. വിരിപ്പ് പോലെ, ഒരു പ്രതലം പോലെ ഈ ഭൂമിയെ ചൊവ്വാക്കി തന്നു. എന്നിട്ടോ അതിന്റെ ചുമലിലൂടെ നിങ്ങൾ ഇങ്ങനെ നടക്കുക, മണ്ണിലൂടെ നടക്കുക. വഖുലൂ മിൻ റിസ്ഖിഹി, ആ ഭൂമിയിൽ അല്ലാഹു നൽകിയിരിക്കുന്ന വിഭവങ്ങൾ നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. എന്നിട്ടോ പറഞ്ഞ വഇലൈഹി നുശൂർ, ജീവിതം ഇവിടെ പൂർണ്ണമാകുന്നതല്ല. വഇലൈഹി നുശൂർ, അവനിലേക്കാണ് മടക്കം. മടങ്ങിപ്പോകലിനെ കുറിച്ച് ഓർക്കാതെ ജീവിക്കരുതെന്ന്, ഒടുക്കത്തെ കുറിച്ച് ഓർക്കാതെ ഒന്നും തുടങ്ങരുതെന്ന്, അവസാനത്തെ കുറിച്ച് ബോധമില്ലാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടരുതെന്ന്, എന്നെന്നും ഇവിടെ ശാശ്വതനാകും എന്ന് വിചാരിച്ച ഒരു പണിക്കും ഇറങ്ങരുതെന്ന്. വൈലൈഹി നുശൂർ, തിന്നോ പക്ഷെ ഒടുക്കത്തെ ഒരു തീറ്റയുണ്ട്. നടന്നോ, നടപ്പൊരു ദിവസം അവസാനിക്കും. ഓടിക്കോ, ഇതച്ച് താഴെ വീഴും. എടുപ്പുകളും കൊട്ടാരങ്ങളും രമ്യഹർമ്മ്യങ്ങളും ഉണ്ടാക്കിക്കോ, പക്ഷെ അതിനൊരു അന്ത്യമുണ്ട്. അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. എന്നിട്ട് റബ്ബ് ചോദിക്കുക, എന്ന് വിശുദ്ധ ഖുർആനിലെ പലയിടത്തും ചോദിക്കുന്നുണ്ട്. മനുഷ്യനോടാണ് ചോദിക്കുന്നത്, നമ്മളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ നിർഭയരാണോ? വേറൊരു ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിർഭയരാണോ? വേറൊരു ചിലർ ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ നിർഭയരാണോ? പിന്നെ വേറെ കുറയിടത്ത് അല്ലാഹു ഖുൽ എന്ന് പറഞ്ഞ് പ്രവാചകനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചോദിക്കുക മനുഷ്യനോട്, പറയൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ നിർഭയരാണോ? എന്താ നിർഭയര്? ആകാശത്തിരിക്കുന്ന റബ്ബിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ആകാശത്ത് നിന്നൊരു കൊടുങ്കാറ്റ് നിങ്ങളുടെ മേലെ അയക്കാൻ പ്രാപ്തിയുള്ള റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ മേൽ നിർഭയരാണോ? ഒരു കാറ്റ് വരുമ്പോ റബ്ബ് പേടിക്കും, റസൂലുള്ളാഹ് പേടിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടും. ഒരു ഇടിപ്പിന്റെ പിണര് വരുമ്പോ പേടിക്കും, എന്നിട്ട് റബ്ബിനോട് കാവലിനെ തേടും. ഒരു ഇടിവാള് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെവി പത്തി വാതിലടച്ച് കയറും. നമ്മളുടെ നാവിൽ നിന്ന് അപ്പൊ റബ്ബിനോടുള്ള സങ്കീർത്തനം വരുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം നമ്മുടെ നാവിൽ നിന്ന് വരുമോ? ഇടിമിന്നൽ കാണുമ്പോ റബ്ബിനെ ഓർക്കുമോ? ഫയുർസിലു സവാഇഖ ഫയുസീബു ബിഹാ മൻ യശാ. അല്ലേ?
ഇടിമിന്നൽ വരും മനുഷ്യൻ. അപ്പോഴാണ് ഇടിമിന്നൽ വന്നു. ഒരാൾ അവിടെ ഇരുന്ന് കൈ പുറത്തേക്ക് നീട്ടിയതാണ്. ഇടിമിന്നലിൽ തെറിച്ചു വീണ ആൾ മരിച്ചു. ഇല്ലേ? റബ്ബിനെ ഓർക്കുമോ? ഇടിവാള വീഴുമ്പോ, കാറ്റടിക്കുമ്പോ ഖൗഫൻ വ തമഅ. കാറ്റിനെ കുറിച്ച് റബ്ബ് പറഞ്ഞെടുത്ത് പറഞ്ഞു രണ്ട് കാര്യം. ഖൗഫൻ വ തമഅൻ, പേടിക്കണം കാറ്റിനെ, പ്രതീക്ഷിക്കണം കാറ്റിനെ. ആ കാറ്റടിച്ച് വീശി മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി ഭൂമിയിൽ അനുഗ്രഹത്തിന്റെ മാരിവർഷം വരും പ്രതീക്ഷയാൽ. ഖൗഫൻ, ഭയക്കണം. ഹാസിബൻ, ചുഴലിയായി ചുറ്റിയടിച്ച് വീശിയടിച്ച് കൊടുങ്കാറ്റായി ജനപദങ്ങളെ, വീടുകളെ, മാമലകളെ പറിച്ചെറിയുന്ന കൊടുങ്കാറ്റുകളായി അടിച്ചു വീശുന്നില്ലെന്ന് ആര് കണ്ടു? അപ്പൊ കാറ്റിനെ കാണുന്ന റസൂൽ അല്ലാഹുവിനെ ഓർക്കും ഇല്ലേ? മഴ പെയ്യുമ്പോഴും ഓർക്കും, വെയില് വരുമ്പോഴും ഓർക്കും. അപ്പൊ ആകാശത്ത് നിന്നൊരു കൊടുങ്കാറ്റിനെ അയക്കാൻ പ്രാപ്തനായ റബ്ബിനെ കുറിച്ച് നിർഭയരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. എന്നിട്ട് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം യറൗ ഇല ത്വയ്ർ, പക്ഷികളെ നോക്കുന്നില്ലേ? അവര് പക്ഷികളെ നോക്കുന്നില്ലേ? ഫൗഖഹും സാഫാത്തിൻ, അവർക്ക് മുമ്പ് പുറക്കളിൽ, അവർക്ക് മുമ്പിൽ ഫൗഖഹും സാഫാത്തിൻ വയഖബിദുന, ഇല്ലേ? അവർക്ക് മുമ്പിൽ ചിറക് വിരത്തി കുരിച്ചു നടക്കുന്ന, അവരുടെ മുകളിൽ പറക്കുന്ന പക്ഷികളെ നോക്കുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. നമ്മുടെ വിമാനത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആകാശത്തൂടെ പോകുന്ന വിമാനം ആരിതിനെ നിയന്ത്രിക്കുന്നു? ആരിതിനെ നിയന്ത്രിക്കുന്നു? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ട് എന്താണ് ദുരന്തത്തിന്റെ കാരണമെന്നറിയാൻ മനുഷ്യൻ ഇനി പഠിക്കണം. ആരാണ് ഹേ ഇതിനെ പിടിച്ചു നിർത്തുന്നത്? ആരാണ് ഹേ ഇതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്? ആരാണിതിന്റെ യാത്ര പൂർത്തീകരിക്കുന്നത്? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ആകാശത്തൂടെ പറക്കുന്ന പറവകളെ നോക്കിയിട്ട് ആ പറവയെ പിടിച്ചു നിർത്തുന്നവൻ അല്ലാഹുവാണ് എന്ന് തിരിച്ചറിയണം. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൻ ലകും യൻസുറുകും മിൻ ദൂനിർ റഹ്മാൻ. അല്ലാഹു ചോദിക്കുക, ഏത് സൈന്യങ്ങളുണ്ട്? നിങ്ങളുടെ സൈന്യങ്ങൾ ആരാണ് യൻസുറുകും മിൻ ദൂനിർ റഹ്മാൻ? അല്ലാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അമ്മൻ ഹാദല്ലദീ യർസുഖുകും മിൻ അംസക റിസ്ഖഹു. പടച്ച തമ്പുരാൻ നിങ്ങളെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചാൽ, അന്നം പിടിച്ചു വെച്ചാൽ അന്നം തരാൻ ആരാണുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ട് പിന്നെയോ റസൂലുള്ളാഹി അഫാമിനു അമ്മമിന്തും ആമിന്തും എന്നൊക്കെ റബ്ബ് ഈ മനുഷ്യന്റെ ഈ പടച്ചവനെ മറന്നിട്ടുള്ള നെട്ടോട്ടം ഓടുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ ചോദിക്കുന്നുണ്ട്. പിന്നെയും ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഖുൽ മൻ അല്ലദീ യഅസിമുകും മിനല്ലാഹി ഇൻ അറാദ ബികും സൂഅ ഔ അറാദ ബികും റഹ്മ. പ്രവാചകരെ ഒന്ന് ചോദിക്കേ, ആരാണുള്ളത്? യഅസിമുകും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ. ഇൻ അറാദ ബികും സൂഅ, നിങ്ങൾക്കൊരു ഇടങ്ങേറുണ്ടാക്കി തരാൻ റബ്ബ് തീരുമാനിച്ചാൽ രക്ഷിക്കാൻ ആരാണുള്ളത്? ഔ അറാദ ബികും റഹ്മ, നിങ്ങൾക്കൊരു റഹ്മത്ത് നന്മയുണ്ടാക്കി തരാൻ തീരുമാനിച്ചാൽ ആരാണുള്ളത്? വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. ഒറ്റാളുണ്ടാവില്ല, അല്ലാഹു അല്ലാതെ ഒരു വലിയുമില്ല, ഒരു നസീറുമില്ല, ഒരു സഹായമില്ല. ചുമ്മാ പൗരോഹിത്യം പറയും, ചുമ്മാ പറയും. വിമാനത്തിന്റെ മുകളിൽ CM മൗലിയ കയറുന്നത് തടയുമെന്ന്. എന്നിട്ട് എന്തുണ്ടായല്ലേ? അഹമ്മദാബാദില് ഏത് വലിയ ഉണ്ടായിരുന്നു? ഏത് നസീർ ഉണ്ടായിരുന്നു? ഏത് സഹായം ഉണ്ടായിരുന്നു? ആരെങ്കിലും വരുമോ? മായാവിക്കലകളും ടിങ്കക്കലകളുമായി ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പ. ആ പറ്റിക്കലും കൂടി അല്ലാഹുവിങ്കലേക്കുള്ള കൈകളെ തടഞ്ഞു നിർത്തരാൻ. പിന്നെ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അദാബ് വന്നാൽ, അല്ല ഇതുപോലെ ഒരൊറ്റ പ്രഭാതത്തിൽ ഭൂമി ഇടുകിട ഉറപ്പിക്കപ്പെടുകയും എല്ലാം തച്ചു തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്ന, കണ്ണിമ ചിമ്മും മുമ്പ് ഭൂമിയിൽ സംഭവിച്ചു പോകുന്ന ഖിയാമത്തിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? ആര് രക്ഷിക്കും? ഖുൽ അറഅയ്തും ഇൻ അതാകും അദാബഹു ബയാതൻ ഔ നഹാറ. രാവിലോ പകലിലോ അല്ലാഹുവിന്റെ അദാബ് വരുന്നതിൽ നിന്ന് നിങ്ങളെ കാത്തു രക്ഷിക്കാൻ ആരാണുള്ളത്? റബ്ബിന്റെ ചോദ്യം. പിന്നെ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും, പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, അറഅയ്തും, നിങ്ങൾ എന്ത് പറയുന്നു? ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ രാത്രി നിലനിർത്താൻ അല്ലാഹു തീരുമാനിച്ചാൽ, പകല് വേണ്ടാന്ന് തീരുമാനിച്ചാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്,
മന്നിലാഹുനോയുള്ള ഏത് സയൻസ്, ഏത് ടെക്നോളജി, ഏത് സിദ്ധൻ, ഏത് കൾട്ട്, ഏതാണ് ദൈവം, ആരാണുള്ളത്? മന്നിലാഹുനോയുള്ള അള്ളാഹ് അല്ലാതെ ആരുണ്ട്? ഒരിറ്റു വെട്ടം, ഒരിറ്റു പ്രകാശം, ഒരു പകല്, ഒരപകല്, ഒരു മണിക്കൂർ പകലായിട്ട് തരാൻ അള്ളാഹ് ഇരുട്ട് നിലനിർത്താൻ തീരുമാനിച്ചാൽ ഏതിലാഹുണ്ട്? രാവതി അസ്തമിപ്പിക്കാതെ, സൂര്യനെ അസ്തമിപ്പിക്കാതെ, സൂര്യനെ നട്ടുച്ച സൂര്യനെ ഭൂമിയുടെ മധ്യത്തിൽ പിടിച്ചു നിർത്താൻ അള്ളാഹ് തീരുമാനിച്ചാൽ മന്നിലാഹുള്ള അള്ളാഹു അല്ലാതെ ആരുണ്ട്? സൂര്യനെ ഒന്നനക്കാൻ, ഒന്ന് ചലിപ്പിക്കാൻ, എന്നിട്ട് ഇത്തിരി രാത്രി തരാൻ, ഒന്ന് സമാധാനത്തിന് കിടന്നുറങ്ങാൻ ആരുണ്ട്? ഏത് അല്ലാഹുവുണ്ട്? അഫ അമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നാഇമൂൻ. ഉറക്കത്തിനിടയിൽ അപകടങ്ങൾ വരില്ല എന്ന് കണ്ട് നിർഭയരായ ഒരു ഗ്രാമവാസികൾ ഉറങ്ങുകയാണോ? നിർഭയരാണോ നിങ്ങൾ? അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിർഭയരാണോ? വലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടപ്പെട്ട ജനതകളല്ലാതെ റബ്ബിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിർഭയരാവുകയില്ല എന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് അനുശോചിക്കുന്നതോടൊപ്പം, അതിന് സങ്കടപ്പെടുന്നതോടൊപ്പം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം, അതിന്റെ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഇറങ്ങുന്നതിനോടൊപ്പം, സഹായഹസ്തവുമായി ചെല്ലുന്നതിനോടൊപ്പം ഈ ജീവിതത്തെക്കുറിച്ച്, ഈ ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച്, ഇതിന്റെ ക്ഷണികതയെക്കുറിച്ച്, ഇതിന്റെ എല്ലാത്തിന്റെയും മേലെ, എല്ലാ കൈകളുടെയും മേലെ അള്ളാഹുവിന്റെ കൈയുണ്ടെന്ന്, റബ്ബിന്റെ തഖ്ദീറുണ്ടെന്ന്, ഈ ലോകഗോളം തിരിയുന്ന വർഗം അള്ളാഹുവിന്റെ ചൊൽപ്പടിയിലാണ് എന്ന ബോധ്യത്തോടെ വിനയാന്വിതരായി ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് വതൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, ഓരോന്നും ഹൃദയം നുറുങ്ങിക്കൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും ഒരു നാടിനു വേണ്ടിയും. അങ്ങനെ നമ്മൾ ആ അർത്ഥത്തിന് പാഠം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.